എല്ലാവർക്കും എക്സ്ക്രിമേറ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കാർ പാർക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബസ് ഓടിക്കുന്ന പരിപാടിയിലാണ് വന്നത്. അപ്പോൾ ഗൈസ് പിന്നെ ഒരു കാര്യം പറയാൻ, ഞാനപ്പോൾ ഒത്തിരി വീഡിയോ എടുത്തു. അപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഇങ്ങനെ കട്ടായി തന്നെ അങ്ങ് പോകും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചൊക്കെ പാർട്ട് 2 ആവും. അതുകൊണ്ട് ഗൈസ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ഈ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ അങ്ങ് സെറ്റാക്കാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ വീട് വരെ ഒന്ന് പോവാണ്. നമുക്ക് ഈ ഫ്ലാറ്റ് ഒന്ന് വാങ്ങണമെന്നുണ്ട്, പക്ഷേ ഫ്ലാറ്റ് വാങ്ങാനുള്ള കോയിൻ നമുക്ക് ഇല്ല. അപ്പോൾ നമ്മൾ 2 വീട് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് സിറ്റി 2-ലും പിന്നെ ഒന്ന് മറ്റേ സ്നോ ഒക്കെ ഉള്ള സ്ഥലത്ത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം നമുക്ക് ഇവിടുന്ന് ഒന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോവുക. അവിടെയൊക്കെ തിരിക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ എന്തത്തിന് തിരിക്കുന്നത്? റോഡിൻ്റെ ചിഹ്നത്തിൽ അമക്കിയാൽ പോരെ? അയ്യോ, റോഡിൻ്റെ ചിഹ്നത്തിൽ അതൊന്നും കുഴപ്പമില്ല. വലിയ ആൾക്കാരാകുമ്പോൾ ചെറിയ ആൾക്കാരാകുമ്പോൾ വലിയ മണ്ടത്തരം പറ്റും. വഴി അറിയത്തില്ല. വഴി അറിയാത്തത് കൊണ്ട് നമ്മുടെ ആദ്യത്തെ വീട് ഇവിടാണ്. ബസ് എടുത്തിട്ട് ആദ്യത്തെ റൈഡല്ല, നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ബസ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ബസ് നമ്മൾ ഇന്നാണ് എടുത്തത്. നമ്മൾ വേൾഡ് സെയിലിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രീമിയം കാർ ഓടിച്ചിട്ട് ബസ് എടുത്ത്. എനിക്ക് വട്ട് നമുക്ക് ആ കാറിന് ഒട്ടും സ്പീഡില്ലായിരുന്നു. ആ കാർ എടുത്തത് 1000 കോയിന്, ഈ ബസ്സിനും 1000 കോയിന്. അപ്പോൾ ഗൈസ് ഇത് ലാഭമാണ് ഗൈസ്. അവൻ ഇച്ചിരി വർക്കും ഈ ബസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 1 രൂപയ്ക്ക് കാറ്, 1 രൂപ എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ 1 രൂപയ്ക്ക് കാറ് കൊടുക്കൂ? 1 രൂപയല്ലല്ലോ, ഡോളറല്ലേ ഈ ഗെയിമിൽ, ഡോളറല്ലേ ഉള്ളത്. എന്ത് പറയാനാണ് ഗൈസ്. ഇടിച്ച് കഴിഞ്ഞ പണിയാണ് ഗൈസ്. അയ്യോ, വേറൊരു പണി വരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട്. ഇല്ല പണിയില്ല. ഞാനൊന്ന് ഭയന്നു. ഗൈസ് ഈ വണ്ടി 100-ലൊക്കെ പോകുന്നുള്ളൂ. 100 നമുക്കൊന്നും അല്ല ഗൈസ്. അയ്യോ വഴി തെറ്റി. ബ്രേക്ക് പിടിച്ചത് എപ്പോഴാണ് നിങ്ങൾ തന്നെ കണ്ടില്ലേ ഗൈസ്. പക്ഷെ ഇപ്പോൾ റിവേഴ്സ് എടുക്കാം, വേറെ വഴിയില്ല. ഈ മിറർ ഞാൻ ഓണാക്കി തന്നെ അങ്ങ് ഓഫ് ആവണം ഗൈസ്. ഇപ്പോൾ പുറകൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതുവരെ എങ്ങനെ പോവാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് വളച്ചൊടിച്ചുകൊണ്ട് അങ്ങ് പോകാൻ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല ഗൈസ്. ഇവിടെ നമ്മൾ ഇടിക്കത്തൊന്നുമില്ല. നമ്മൾ വലിയ ബസ് ഡ്രൈവറാണ് ഗൈസ്, അതുകൊണ്ട് നമ്മൾ ഇടിക്കത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങ് പോവാം. എൻ്റെ ബസ് ചെറുതായിട്ട് ഡ്രിഫ്റ്റ് ആവുന്നുണ്ടോ? നേരത്തെ ആയായിരുന്നു ഗൈസ്, ആയെന്ന് തോന്നുന്നു. ആട്ടെ, ഇനി നമുക്കെന്താണ് ഗൈസ്. ഗൈസ് ലാഗാണ്. അതൊന്നും പ്രശ്നമല്ല ഗൈസ്. ഗൈസ് നമ്മുടെ വീടെത്താറായി. ഇവിടെ പതുക്കെ പോകണം. ഇപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിരക്കിക്കൊണ്ട് വരുന്നുണ്ട് ഗൈസ്. ഈ മിറർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പുക ഇപ്പോഴും ഉണ്ട്. പതുക്കെ പോവാം. 30 പോവാം ഗൈസ്. 30 പോവാം. എനിക്ക് വേണ്ട 20 പോവാം. എനിക്ക് വേണ്ട 50 പോവാം ഗൈസ്. നമുക്ക് നേരെ അങ്ങ് പോയാൽ മതി. ഒരു വളവ് ഒരു വളവുണ്ട്. പതുക്കെ പോവാം. അപ്പോൾ നമ്മൾ ക്യാമറ മോഡൊന്ന് മാറ്റുവാണ്. നമ്മളെ ബസ് മഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പണിയാണ് ഗൈസ്. കഴുകുന്നതിന് 2000 രൂപ. പൈസ ഇല്ല ഗൈസ്. നമുക്ക് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യണം. എക്സ്ചേഞ്ച് കൊടുക്കണോ ഗൈസ്? അത് കൊടുക്കണോ ഗൈസ്? ഡൗട്ട്. കൊടുക്കണോ അത് വേണ്ട? ബസ്സാണ്, 1000 കോയിനാണ്. മെക്ലാരൻ പൈസ കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് വേണ്ട. നമുക്കിപ്പോൾ ഒരു മെക്ലാരൻ വാങ്ങാനുള്ള ഇതുണ്ട് ഗൈസ്. പൈസയല്ല, ഒരു കോയിനുണ്ട്. നമുക്ക് മറ്റേ വേറൊരു ഓറഞ്ച് കളർ മെക്ലാരൻ ഉണ്ടല്ലോ ഗൈസ്, അതും വാങ്ങാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ വീട് ഗൈസ്. അപ്പോൾ നമുക്ക്
8 ലക്ഷം രൂപയാണ് ഗൈസ് ഈ വീടിൻ്റെ വില. അല്ല, ഇതിന് 5 ലക്ഷം. മറ്റേ സിറ്റി 2-ലെ വീടിനാണ് ഗൈസ്. ഇത് കാർ പോർച്ച് കയറത്തില്ല. അപ്പോൾ നമുക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കുറച്ചിട്ട് കൊണ്ട് പേരൊന്നും കാണത്തില്ല. സോ കയറുമോ ഗൈസ്? കയറത്തില്ല. നമുക്ക് നമ്മളെ വീട്ടിലോട്ട് കയറണമെങ്കിൽ തന്നെ നമുക്ക് ഗ്യാരേജ് ഉറപ്പാൻ. എൻ്റെ ബസ് എൻ്റെ ബസ് ഈ ഗെയിം ഒരു ബഗ്ഗാണ് ഗൈസ്, പറയാനോ. എൻ്റെ ബസ്സൊക്കെ അങ്ങ് തെറിപ്പിച്ച് ഈ ഡ്രിഫ്റ്റായി കഴിഞ്ഞാൽ പണിയാവും. ഇവിടെ ഭയങ്കര മഴ പെയ്യുന്നു ഗൈസ്. മഴയാണ്, ഇടിമിന്നലൊക്കെയാണ്. ഇടിമിന്നൽ മഴയല്ല ഗൈസ്, വെറും മഴയാണ്. ഇടിമിന്നലാണെങ്കിൽ ഞാനിപ്പോൾ വീട് നിർത്തിയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പാർക്ക് ചെയ്തിടാം നമ്മുടെ വീട്ടിലോട്ട്. ഗൈസ് നമുക്ക് ഈ വീട് നമ്മൾ വാങ്ങിച്ചിട്ട് ഇച്ചിരി കാണാതേ ഉള്ളൂ ഗൈസ്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇറങ്ങാം. ഇങ്ങനെ വേണ്ട ഗൈസ്, ഇച്ചിരി ഫ്രണ്ടിലോട്ടാക്കി നേരെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇറങ്ങാം. ഞാൻ പാർക്കിലിട്ടിട്ട് കാറ് ലോക്ക് ചെയ്തിട്ടുണ്ട്, ബസ് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതൊക്കെ അടച്ചിട്ടാകാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുക്കളയിൽ പോയി ആദ്യം ഒരു ചായ കുടിക്കട്ടെ ഗൈസ്. ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ പോയി ഇവിടെ എന്താണ് ഗൈസ്, ഇവിടെ ടി വി കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം ടി വി കണ്ടിട്ട് നമ്മൾ ടി വി ഒക്കെ കണ്ടിട്ട് വരുവാണ് ഗൈസ്. നമുക്ക് അങ്ങനെ ഇറങ്ങുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടൊന്ന് ഫുള്ള് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഇനിയും ഇതുവരെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാരേജ് എത്തും. നമ്മുടെ ഗ്യാരേജ് ഇതാണ് ഗൈസ്. ഇവിടെ എന്തോ ടയർ. അപ്പോൾ നമുക്കിതങ്ങ് അടച്ചേക്കാം ഗൈസ്. ഇതും അടച്ചേക്കാം. ഇത് അടയുന്നില്ല. ഇതങ്ങ് തുറക്കും. ഇതെന്താണ് കേസ്? അപ്പോൾ ഇതങ്ങ് അടച്ചിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാം കേസ്. ഇനി നമുക്ക് ഈ ബാൽക്കണി എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അത് മണ്ടയ്ക്കാണ്, ഏറ്റവും മണ്ടയ്ക്കാണെന്ന് തോന്നുന്നു കേസ്. എവിടെ എനിക്കത് അറിയത്തില്ല. ഞാനിപ്പോഴാണ് ഈ വീട് വാങ്ങിച്ചത്, അതുകൊണ്ട് കേസ് അതൊക്കെ തുറക്കത്തില്ലേ. അപ്പോൾ കേസ് നമ്മുടെ വീടിൻ്റെ ടൂർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കേസ് നമുക്ക് നേരെ നമ്മളെ അടുത്ത വീട്ടിലോട്ട് പോകാം. അടുത്ത വീട് നമുക്ക് ലോങ് റൈഡാണ് കേസ്, ഭയങ്കര ലോങ് റൈഡാണ്. എൻ്റെ വണ്ടി പെട്രോൾ ഇന്ന് തീരുമായിരിക്കും കേസ്. ഇതാണ്. അപ്പോൾ കേസ് ഇവിടെ വരെ പോകുന്നത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണോ കേസ്? ബോറടിക്കണോ? കുഴപ്പമില്ല കേസ്, ഞാൻ ഇച്ചിരി ദൂരമായിട്ട് വീഡിയോ പൗസാക്കി അവിടെ വരെ എത്തുന്നത് കാണിക്കാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ് നമ്മുടെ വണ്ടി. നമ്മൾ എത്തി ഗൈസ്, നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. നമ്മുടെ സ്ഥലം ഇവിടാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തി, ഇച്ചിരി കൂടെ ദൂരെയോടെ ഉള്ളു ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇച്ചിരി വർക്ക് കൂടെ ചെയ്തായിരുന്നു ഇടയ്ക്ക്. നമ്മൾ വരുന്ന വഴിക്ക് നമ്മളെ വണ്ടിയുടെ പുറകിൽ ഇച്ചിരി സ്റ്റിക്കർ അടിച്ച്, പിന്നെ ഫ്രണ്ടിൽ ഒരു മലയാളത്തിൽ നമ്മൾ രാജാവെന്നൊക്കെ എഴുതി, പിന്നെ അത്രയേ ഉള്ളൂ, സെറ്റാക്കി. അപ്പോൾ ടാങ്ക് ഫുള്ളായി. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വണ്ടിയിൽ ഇച്ചിരി മഞ്ഞ് പറ്റി, ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി മഞ്ഞുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സ്ഥലം എത്തി. വലിയ വണ്ടിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ പക്ഷേ ലാഗ് ഞാൻ മാറ്റിയതാണ്. ഇത് ചിലപ്പോൾ പാർട്ട് 2, 3, 4, 5 ഒക്കെ ആവും ഗൈസ്. കാരണം എനിക്ക് ഈ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ തന്നെ ഇടിക്ക് ഗൈസ്. ഇടിച്ചാലിപ്പോൾ എന്തുവാണ്, നമുക്കെന്താണ് ഗൈസ്? നമുക്ക് നമ്മുടെ വീടുണ്ട്, നമുക്ക് നമ്മുടെ നാടുണ്ട്, ഇത്രയും മതി ഗൈസ്. ഒറ്റക്കൈയിൽ വണ്ടി ഓടിച്ചാലോ ഗൈസ്? ഒറ്റക്കൈയിൽ വണ്ടി ഓടിക്കാം. കൊച്ചിയിലെ അയ്യോ ചുമ്മാ പാട്ടൊക്കെ വരും ഗൈസ് ഇടയ്ക്ക്. ഇടിയാണ് ഫുള്ള് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ആണ് നമ്മുടെ വീട്. ഇതെല്ലാം
എന്ത് നമ്മുടെ വീട് ഇതില്ലേ ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീട്. നമുക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ട് പോർച്ച് കയറത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ പാർക്ക് ചെയ്ത് ഈ വണ്ടിയുടെ പൈസ എനിക്ക് തന്നെ പേടിയാണ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് എടുത്ത് ഇടിച്ചു കണ്ട കേസ് മഞ്ഞ് പറ്റിയിരിക്കുന്ന ഒരു ഇതാണ് കേസ്. അതാണ് ഞാൻ അവിടുത്തെ വീട് വാങ്ങണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ച്, പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചു പോയി. കുഴപ്പമില്ല കേസ്, ഇച്ചിരി മണ്ണല്ലേ, അതൊക്കെ അങ്ങ് പറ്റാട്ടെ. മണ്ണൊക്കെ പറ്റാനുള്ളതല്ലേ കേസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ ഫ്ലോട്ട് കഴിക്കാം. ഇപ്പം ഒരയുന്നുണ്ട് കേസ്, സൈഡൊക്കെ ഒരയുന്നു. നമുക്ക് പതുക്കെ പോവാം. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാം. അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ബസ് കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ഇടാൻ തോന്നുന്നു. നമ്മുടെ ബസ്സിന് വർക്കൊന്നും കഴിഞ്ഞില്ല, ഇഷ്ടം പോലെ വർക്കുണ്ട്, ഇഷ്ടം പോലെ. ഇതൊക്കെ വെറും തുടക്കം മാത്രം. വെച്ചപ്പോൾ നമുക്ക് വണ്ടി ലോക്കാക്കിയിട്ട് കതക് തുറന്നു നമുക്ക് ഇറങ്ങാം. അയ്യോ, നമ്മൾ പാസഞ്ചർ സീറ്റിൽ കയറി. നമുക്ക് വണ്ടിയുടെ കതക് അടയ്ക്കണം. കതക് ഈ വീടാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. ഇത് 2 ഗ്യാരേജ് ഉണ്ട്. ഇത് തുറക്കും, ഇതും തുറക്കും. എന്നിട്ട് ഇതടയും. ഇതടയ്ക്കാം, ഇതും അടയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെ കയറി കഥ അടയ്ക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അപ്പം മണ്ടയ്ക്ക് നിന്ന് ആദ്യം കാണിക്കുന്നത്. ഇവിടാണ് എൻ്റെ റൂം വരുന്നത്. പിന്നെ ഇപ്പുറത്ത് എൻ്റെ ഇത് വരും. ഇതെന്തുവാന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ എന്തോ വരും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി ഇവിടാണ്. ഇവിടെ എന്തോ കൈ എഴുതുന്നതാണോ? എന്തോ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് കയറി കണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ, തുണി അലക്കുന്ന സ്ഥലം. കാണുന്നില്ല ഒന്നും ഗൈസ്. ഇവിടാണ് നമ്മുടെ ഗെയിമിംഗ് റൂം. ഇവിടാണ് ഗെയിമിംഗ് റൂം വരുന്നത്. അടുത്ത ഇവിടാണ് നമ്മുടെ ബെഡ്റൂം. സെക്കൻഡ് ഇത് ഗസ്റ്റ് റൂമാണ്. ഗസ്റ്റ് റൂം ഇവിടെ തുണിയൊക്കെ ഇടാനുള്ള മറ്റേത്. ഇവിടെ എന്തുവാ ബാത്റൂം. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടൊക്കെ കതക് തുറക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഷെൽഫാണ് തുണിയൊക്കെ ഇടാനുള്ള. പിന്നെ ഈ കതക് തുറക്കുന്നില്ല. ഇവിടെ എന്താണ്? ഇവിടെ കക്കൂസാണ്, അല്ല ബാത്റൂമാണ്. അപ്പോൾ ഇവിടെ മറ്റേതൊക്കെ അടുക്കളയാണ്. ഇവിടെ മറ്റേതാണ്. ഇവിടെയും ജനലാണ്. ഇത്രയേ ഉള്ളൂ കേസ്. ഈ വീട് വലിയ ഇതല്ല. അപ്പോൾ നമുക്ക് ഒരു മച്ചാൻ വന്നിട്ടുണ്ട്. മച്ചാനോട് ചോദിക്കാം എന്താണ് മച്ചാനെ. മലയാളിയാണോ? ഈ മലയാളീസ് എന്നാണ് നമ്മൾ അറിയാതിട്ടത്. മലയാളീസ് ആണോ? കം ടു മൈ ഹോം. കം ടു ഹോം എന്ന് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ വീട് വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടായിരിക്കും വരാൻ പറ്റുന്നില്ല. വീട് വാങ്ങിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ ബസ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാൻ പറയാം. അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുവാണ്. പുള്ളിക്കാരൻ്റെ കാറിൽ കയറിയിട്ടുണ്ട്. ഗോസ്റ്റ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ പൈസ ഉള്ളവരൊക്കെ ആ പുള്ളിക്കാരനെ ഇച്ചിരി പൈസ അയച്ചു കൊടുക്കണം.
ഗൈസ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അയച്ചു കൊടുത്തതിന്. ഒരു 8 ലക്ഷം അയച്ചു കൊടുത്ത്, അല്ല 8 ലക്ഷം ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെളിയിലോട്ട് ഇറക്കാം. എന്താണ് ബ്രോയുടെ കാർ എടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ബസ് ഒരു ഫോട്ടോ എടുക്കാം. ബ്രോയോട് പറഞ്ഞാൽ അങ്ങോട്ട് നീക്കി കൊടുക്കാം. കേറ് ബ്രോ, ഗെറ്റ് ഇൻ. ഗൈസ് ബ്രോ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈസ് ഇവിടെ അടുത്തൊരു പുള്ളിക്കാരൻ നിൽക്കുന്നു. ഗൈസ് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഗൈസ് നമ്മൾ ബ്രോ ബസ്സിൽ കയറിയതല്ലേ. ഇനി ഇറക്കി വിടുന്നത് മോശമാണ്. ബസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് അടിച്ചേക്കണേ. ഗൈസ് നമുക്ക് ബ്രോയെ ഒരു സ്ഥലം വരെ കൊണ്ട് വിട്ടാകാം. ബ്രോയ്ക്ക് ഒരു ആഗ്രഹം കാണും. അപ്പോൾ ഗൈസ് ബ്രോയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം. ബ്രോയോട് ഡ്രൈവ് ചെയ്യാൻ പറയാം. ഈ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകല്ലേ. ഗൈസ് അപ്പോൾ ബ്രോ ഡ്രൈവ് ചെയ്യുന്നു. ഗൈസ് അപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബ്രോ ബൈ ആൻഡ് ബ്രോയോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ് ബ്രോയോടും ബൈ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പും ചെയ്യാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ കാറ് സൈഡിൽ നിന്ന് തിരിച്ച് ടേനേര് കയറാം. ഗൈസ് എപ്പോഴും നമുക്ക് ഈ കാറ് ഗൈസ് നമ്മുടെ കാർ വിറ്റുപോയി. നമ്മുടെ കാർ വിറ്റുപോയ ഗൈസ്. മറ്റേ നമ്മുടെ മിക്സ്തൂഷി ലാൻസർ വിറ്റുപോയിട്ടുണ്ട് ഗൈസ്. വിറ്റില്ലായിരുന്നെങ്കിൽ ഗൈസ് ഇവിടെ കാണാൻ നമ്മുടെ കാർ കിടന്നതിനെ വിറ്റുപോയി ഗൈസ്. ഇപ്പോൾ വരെ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഇപ്പോൾ കയറുമ്പോൾ നമുക്ക് കോയിൻ കിട്ടും. നോക്ക് ഗൈസ് നമ്മുടെ കോയിൻ സെറ്റ്. ഗൈസ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കോയിൻ കണ്ട ഗൈസ്. നമ്മുടെ കാർ വിറ്റുപോയി ഗൈസ്. നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഒരു കാർ അങ്ങ് വാങ്ങാം ഗൈസ്. ഞാൻ എന്തായാലും M5 വാങ്ങത്തുള്ളൂ, അത് വേറെ കാര്യം. അത് ഇനിയും ഏത് കാറ് വന്നാലും M5 അല്ലാതെ വേറെ ഇതൊക്കെ കാണുമ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റും. ഇത് കാണാൻ ഒന്നും കൊള്ളത്തില്ല ഗൈസ്. പക്ഷേ ഇതൊരു പ്രീമിയം കാറാണ് ഗൈസ്. 95 രൂപയുള്ളൂ ഗൈസ്. 95 രൂപയ്ക്ക് കോയിൻ കിട്ടും ഗൈസ്. ഇതെൻ്റെ കയ്യിലുള്ള സെയിം സാധനം കളറ് മാറ്റിയേക്കുന്നു. സെയിം സാധനം M5 വാങ്ങത്തുള്ളൂ ഗൈസ്. ഇത് ഇനി ഏത് കാർ വന്നാലും ഇത് M5 അല്ലേ. ഇത് M5 ഗൈസ്. നോക്കാലൊന്നും സമയമുണ്ടല്ലോ ഗൈസ്. M5ൻ്റെ ഗ്രില്ല് വലുതല്ലേ. M5ൻ്റെ ഗ്രില്ല് ഇച്ചിരി വണ്ണമുണ്ട്, വലുതാണ്. ഓക്കെ വലുതാണ്. ഇത് M5 അല്ല. അയ്യോ അത് പോയി. നോ സീൻ. ചിലപ്പോൾ F1 വന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങും ഗൈസ്. F1 വന്ന് കഴിഞ്ഞാൽ മാത്രം. അയ്യോ ക്യാരവാൻ ലാഭമാണ്, പക്ഷെ എനിക്കിപ്പോൾ ഇത് വേണ്ട. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. ഇതേതാ കാർ? അത് മറ്റേ കാറല്ലേ ഇത്? എടാ ഈ കാർ ഇത് മറ്റേ ഇത് പുതിയതല്ലേ? എടാ ഇത് പക്ഷെ എനിക്ക് മനസ്സിലാവില്ല ഇത് കണ്ടിട്ട്. ഗൈസ് വാങ്ങിച്ചേക്കാം ഗൈസ്. വേറെ ഇതില്ല, നോ ഓപ്ഷൻ ഗൈസ്. ഏത് കാറാ? ഈ കാർ പുതിയതായിട്ട് വന്നു. നല്ല ഇത് പ്രീമിയം ആയിരുന്നു ഗൈസ്.
ഇല്ല ലാഭം. പക്ഷെ എനിക്ക് M5 വരുന്ന ദിവസം കോയിനും തീർന്നു. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത് വേറെ പാർട്ടാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് പറയാനാണ് ഗൈസ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് പറയാനാണ് ഗൈസ് ഈ ഒരു വീഡിയോ. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കാരണമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.